ലോക പക്ഷാഘാത ദിനം ബോധവൽക്കരണ പരിപാടി നടത്തി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സെക്യൂർ സെന്ററിൽ നടന്ന പരിപാടിക്ക് ബേബി മെമ്മോറിയലിലെ വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകി. പക്ഷാഘാതം വന്നാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഏവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ ബോധവൽക്കരണ പരിപാടിയിലൂടെ BMH ലക്ഷ്യം വെച്ചത്. സെക്യൂർ സെന്ററിന് പുറമെ കണ്ണൂർ ഹോസ്പിറ്റൽ ഹാളിലും പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലുമാണ് പരിപാടി നടത്തിയത്. ഇന്നത്തെ ദിനവുമായി ബന്ധപ്പെട്ടുള്ള വേൾഡ് സ്റ്റോപ്പ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രയാണ്. അതിന്റെ ഒരു അവയർനെസ് യാത്രയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തായിട്ട് നമുക്കറിയാം സ്ട്രോക്ക് ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർക്ക് അറിയാം എങ്ങനെ വരുന്നു, എങ്ങനെയാണ് വരാൻ സാധ്യത, ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വരാതിരിക്കാൻ എന്ത് ചെയ്യണം. തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഹോസ്പിറ്റൽ, അവിടുത്തെ ടെക്നോളജി എല്ലാം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ലോകമെമ്പാടും ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പൊതുജനങ്ങൾക്കായി സ്ട്രോക്ക് സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ഹോസ്പിറ്റൽ ഹാളിലും സെക്യൂർ സെന്ററിലും പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലുമാണ് പരിപാടി നടത്തിയത്. പക്ഷാഘാതം വന്നാൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഏവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ ബോധവൽക്കരണ പരിപാടിയിലൂടെ ലക്ഷ്യം വെച്ചത്. പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും അടിയന്തരമായി സഹായം തേടാനും സഹായിക്കുന്ന ബിഫാസ്റ്റ് എന്ന സുപ്രധാന തത്വം ഈ പരിപാടിയിൽ വിശദീകരിച്ചു. ഒരു സ്ട്രോക്ക് ഒരാൾക്ക് വന്നു, അത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ വർഷത്തെ വേൾഡ് സ്ട്രോക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത് തന്നെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നുള്ളതാണ്. കാരണം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സ്ട്രോക്കിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അക്രോണിം അല്ലെങ്കിൽ പെട്ടെന്ന് ജനത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ബിഫാസ്റ്റ്, BEFAST. ബി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ബാലൻസിലുള്ള പ്രശ്നങ്ങൾ, അതായത് നടക്കുമ്പോൾ പെട്ടെന്നൊന്ന് തെന്നിപ്പോവുക, ചെരിഞ്ഞു പോവുക, ഞാൻ പോലും അറിയാതെ എന്നെ ഒരു സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോവുക, ബാലൻസിലുള്ള പ്രോബ്ലം. പിന്നെ E എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയിലുള്ള ബുദ്ധിമുട്ട്, അതായത് പെട്ടെന്ന് കണ്ണ് ഇരുട്ട് കയറി പോവുക അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കാണാതാവുക, അതാണ് BE. പിന്നെ F എന്ന് പറഞ്ഞാൽ മുഖം ഒരു ഭാഗത്തേക്ക്, ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് കൂടി പോവുക, അതാണ് F എന്ന് പറയുന്നത്. A എന്ന് പറഞ്ഞാൽ ആമാണ്. ആം എന്ന് പറഞ്ഞാൽ ആം ഡ്രിഫ്റ്റ്, പെട്ടെന്ന് കൈക്കുള്ള ബലക്കുറവ്. ഇതൊക്കെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം. അതുപോലെ സ്പീച്ച്, S ആണ് സ്പീച്ച്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക, നമ്മൾ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാകാതിരിക്കുക, ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത ചില വാക്കുകൾ പെട്ടെന്ന് അവർ സംസാരിക്കുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പീച്ചിലുള്ള അബ്നോർമാലിറ്റി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇനി അടുത്തായിട്ട് വരുന്ന T, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടൈം ഈസ് ബ്രെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഓരോ നിമിഷവും നമ്മൾ സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകും തോറും ആ വ്യക്തിയുടെ തലയിലെ കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഭാഗത്ത് സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത്. അത് 3 മണിക്കൂറാണ് നമ്മൾ പറയുന്നത്, 4.5 മണിക്കൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രോംബലൈസിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ തലയിലെ വലിയ രക്തക്കുഴലുകളിൽ അടവുണ്ടെങ്കിൽ ത്രോംബക്ടമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ BMHൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പേഷ്യന്റ് സ്ട്രോക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ വൈദ്യസഹായം തേടേണ്ടതാണ്. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി. പക്ഷാഘാതം പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നത് രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു. കണ്ണൂർ ഹോസ്പിറ്റൽ ഹാളിലും സെക്യൂർ സെന്ററിലും നടന്ന പരിപാടിയിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടിയാടൻ, ന്യൂറോളജി വിഭാഗം ചീഫ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ N മോഹനൻ, സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ ജയകൃഷ്ണൻ C, ഡോക്ടർ സുജിത് ഓവല്ലത്ത്, ഇന്റർവെൻഷൻ ന്യൂറോളജി കൺസൾട്ടന്റ് ഡോക്ടർ ആമി സൂസൻ ജോർജ്, കൺസൾട്ടന്റ് ഡോക്ടർ ജിസാമി റിൻജോയ്, ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുഹാസ് KT, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിനീത് ദിനേശൻ, കൺസൾട്ടന്റ് ഡോക്ടർ അശ്വന്ത് ദാസ്, ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് ചീഫ് ഡോക്ടർ റയീസ് AK, എമർജൻസി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ കണ്ണൻ AGM, മനോജ് GM, ഓപ്പറേഷൻസ് AGM BRP ഉണ്ണിത്താൻ, ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് കൂടാതെ മറ്റ് സ്റ്റാഫുകളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube, Facebook ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.